ജേർണി വിത്ത് ജിൻസൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതൊക്കെ കാണുന്ന തുരങ്കം കേട്ടോ, തുരങ്കത്തിന്റെ മേൽഭാഗമാണ്. അപ്പൊ നമുക്ക് തുരങ്കത്തിന്റെ ഇങ്ങേ സൈഡ് കാണാം. നമ്മളാ കഴിഞ്ഞ പ്രാവശ്യം കണ്ട വീഡിയോ അപ്പുറത്തെ സൈഡിലാണ്, നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കാണാം. അതൊക്കെ കാണുന്ന തുരങ്കത്തിന്റെ എൻട്രൻസ് ആണ്. ഇതിന്റെ മേളിൽ കൂടെയാണ്, ഇതിന്റെ അടിയിൽ കൂടെയാണ് തുരങ്കം ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊക്കെ തുരങ്കം, ഇതിനൊക്കെ അടി തുരങ്കമാണ്, ഇതിനൊക്കെ അടി തുരങ്കമാണ്. അതിന്റെ മേളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൂട്ട് ഇവിടുന്ന് വാർത്ത് വെച്ചിട്ടാണ് അത് അവിടെ ആ തുരങ്കത്തിനകത്തോണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഇതുകൂട്ട് സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ആ റാ പോലെ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതിന് താഴെ ആട്ടോ തുരങ്കത്തിന്റെ, ഇത് താഴെ തുരങ്കത്തിന്റെ ഇതിന്റെ അടിയിലാണ്, തുരങ്കത്തിന്റെ മേൽഭാഗമാണ് ഇത്. നല്ല താഴ്ചയാണ്, നല്ല കുഴി അങ്ങോട്ട്. അപ്പൊ നമുക്കിനി ആ കാണുന്ന കേട്ടോ തുരങ്കം. നമുക്ക് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങി പോണെങ്കിൽ വഴിയില്ല. ട്രാക്ക് റിപ്പയർ ചെയ്യുന്ന സാധനം കേട്ടോ, റെയിൽവേ ട്രാക്ക് റിപ്പയർ ചെയ്യുന്ന സാധനം. അത് ട്രെയിൻ അല്ല. ഇപ്പൊ പോയ സാധനം ഉണ്ട്, റെയിൽവേ ട്രാക്ക് റിപ്പയർ ചെയ്യുന്ന സാധനം കേട്ടോ ഇപ്പൊ പോയത്. ഇപ്പൊ അവിടുന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട്, ഒച്ച വെക്കുന്നുണ്ട്. തുരങ്കത്തിനകത്ത് നമുക്ക് ഒരു ഒച്ച വെക്കാം, ഒച്ച വെക്കാം ട്രെയിൻ വരുന്നതായിട്ട്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കതും കൂടിയും കാണാം. അങ്ങനെ ആ ട്രെയിനും പോയി. നമുക്ക് ഇനി താഴോട്ട് പോകാം. എൻ്റെ അകത്തോട്ട് താഴോട്ട് ഇറങ്ങാം. നമുക്ക് ഇതിലെ അങ്ങോട്ട് മുമ്പോട്ട് പോയിട്ട് ഇവിടുന്ന് ഇറങ്ങാനുള്ള വഴി ഉണ്ടെന്ന് നോക്കാം. അപ്പൊ വഴി ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഇറങ്ങി താഴെ പോയി നോക്കാം. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ, കുറെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെ. ഇതിൽ കാണുന്നത് ഇതൊരു അമ്പലം കേട്ടോ, അമ്പലത്തിന്റെ ബാക്ക് സൈഡാന്ന് തോന്നുന്നു. ചെറിയൊരു കണ്ടിട്ടൊരു അമ്പലം പോലെ ഉണ്ട്. അത് അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇതിലിറങ്ങി നമുക്ക് ആ ട്രാക്കിൽ കൂടെ നടന്നു വേണം ഇനി അങ്ങോട്ട് പോകാൻ. ഇതെല്ലാം കല്ലാട്ട്, എപ്പോഴും വെള്ളം വരുന്നുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒക്കെ വെള്ളം ചാടിക്കൊണ്ടുണ്ട്, നല്ല പ്യൂർ വെള്ളം തോന്നും. നല്ല വേനല, എന്നിട്ട് ഇപ്പൊ വെള്ളമുണ്ട്. ഇത് മൊത്തം പാറയാണ്, സൈഡൊക്കെ പാറയാണ്. വെള്ളം ഇതുണ്ടോ, ഇതിങ്ങനെ 24 മണിക്കൂർ ഈ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂ ആണ്. ഇത് സ്റ്റോപ്പില്ല, ഇത് ഉറവെള്ളമാണ്. പാറക്കെട്ടി കൂടെ വരുന്ന വെള്ളം അത്. അതിൻ്റെ ഒക്കെ പുറകില് പാറയാണ്. അത് ഇവര് സിമെന്റ് വെച്ച് എന്തോ ഇടിയാതിരിക്കാൻ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ എന്തോ ബസ് സ്റ്റാൻഡ് പോലത്തെ സാധനം ഉണ്ടല്ലോ, റെയിൽവേ ട്രാക്കിന്റെ അവിടെ. അതെന്താണ്? അപ്പൊ ഇതാണ് തുരങ്കത്തിന്റെ കവാടം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിരുന്നത് ഇതിന്റെ അപ്പുറ സൈഡാണ് കേട്ടോ. ഇതിന്റെ അപ്പുറത്തെ എൻട്രൻസ് ആണ്, ഇത് ഔട്ട് സൈഡ് അതിന്റെ. അപ്പൊ ഇവിടെ ഇതൊക്കെയാണ് നല്ല നല്ല പണി എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് കാണുന്നതാണ് പഴയ തുരങ്കം.
ആദ്യം ഉണ്ടായിരുന്ന തുരങ്കം. ഇത് പുതിയതായ തുരങ്കം. അതിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന തുരങ്കം. ഇവിടെയൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്. മൊത്തം ഫുള്ള് ഇടിച്ച് നിരത്തി. നമ്മളിതിന്റെ അകത്തോട്ട് അധികം പോകുന്നില്ല കേട്ടോ. നമ്മള് കുറച്ച് അതിന്റെ എൻട്രൻസിൽ മാത്രം ഇച്ചിരി കയറിയതേ ഉള്ളൂ. നമ്മൾ അകത്തോട്ട് അധികം പോകുന്നില്ല. അപ്പൊ ഇത്ര നമ്മൾ പോകുന്നുള്ളൂ. ഇനി നമുക്ക് പുറത്തോട്ട് പോകാം. എൻ്റെ കൂടെയുള്ള ചേട്ടന് മലയാളം അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ചേട്ടന് കന്നഡ അറിയത്തുള്ളൂ, മലയാളം അറിയത്തില്ല. അന്നെന്താ ഉളയെ പോണ്ട, ഉളയെ പോകണ്ട. ട്രെയിൻ പത്തന പങ്കാപ്പുണ്ട്. ഉളയെ പോപ്പണ ഓടിച്ചു നമ്മ പിതാവിനെ പോയി. അത്രയും ഭാഗങ്ങൾ ഇടിച്ചിട്ടാണ് കേട്ടോ അവർ ഇത്രയും ആക്കി. ആ മേളത് അതാണ് അവിടെ മേള് റോഡാണ്. ആ ലെവലിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് ഫുള്ള് മണ്ണെടുത്ത് താഴ്ത്തി സൈഡ് കെട്ടി നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ള് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. ഇതാണ് തുരങ്കത്തിന്റെ മേൽഭാഗമാണിത്. കാണുന്ന ഇങ്ങനെയാണ് മേൽഭാഗം. ഇവിടെ കവർ ചെയ്തിട്ടില്ല, ഫില്ല് ചെയ്തിട്ടില്ല. ാണ് തുരങ്കം. അപ്പൊ നമ്മൾ ഇതിന്റെ അപ്പുറത്തെ സൈഡും കണ്ടു, ഇത് ഇപ്പുറത്തെ സൈഡ്. ഇന്നലെ കണ്ട വീഡിയോയില് അപ്പുറത്താണ്. അപ്പൊ ഇങ്ങനെ ഇപ്പുറത്ത്. അപ്പൊ ഇതാണ് തുരങ്കത്തിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് തീർന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.